തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായല്ലോ. എന്നിട്ടും ഈ വീട്ടിൽ എന്തുമാത്രം ഭക്ഷണം ഉണ്ടാക്കണമെന്ന് പൗലോസേട്ടന് അറിയത്തില്ലേ? എന്നെ പഠിപ്പിക്കാൻ പറ്റില്ല കുഞ്ഞെ. ഞാൻ ഈ പണി പഠിച്ചിട്ടേ കാലം കുറെ ആയതാ. ഞാൻ ഈ വീട്ടിൽ തുടർന്ന് താമസിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പൗലോസേട്ടൻ ചില കാര്യങ്ങൾ പഠിച്ചേ പറ്റൂ. ഇങ്ങനെ ധാരാളിച്ചു കളയാൻ എന്തായാലും ഞാൻ സമ്മതിക്കത്തില്ല. അതല്ല, പൗലോസേട്ടൻ എന്നെ വെല്ലുവിളിക്കാനാണെങ്കിൽ നമ്മളിൽ ഒരാളെ ഈ വീട്ടിലുണ്ടാവത്തുള്ളൂ. ഒന്നെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ പൗലോസേട്ടൻ. എന്നതാ മോളെ ഇവിടെ ഒരു വാക്ക് തർക്കം? വേറൊന്നും അല്ല വല്യപ്പച്ച, ഭക്ഷണ സാധനങ്ങൾ വെറുതെ കളയരുതെന്ന് പറയുമായിരുന്നു. എടാ പോലോ, നിനക്ക് ഇത്രയ്ക്ക് വിവരമില്ലേ? ഇനി മുതൽ നീ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. കുറച്ചൊക്കെ നോക്കി കണ്ട് ചെയ്യണ്ടേടാ. മോളിങ്ങി വന്നേ, ഞാനേ നിന്നോട് വേറൊരു കാര്യം പറയാനിരിക്കായിരുന്നു. പറയാം മോളെ, നീ ഞാൻ പറയുന്നത് കേക്ക്. അടുക്കള കാര്യങ്ങളിൽ ഇടപെടണ്ടെന്നല്ലേ? നമുക്ക് കുറച്ചിലാണെന്നേ, അവര് വെറും പണിക്കാരെ, താഴെ നിൽക്കുന്നവര്. നമ്മൾ അവരോട് തർക്കിക്കാനും വഴക്കുണ്ടാക്കാനും ചെല്ലണമെങ്കിൽ താഴോട്ടിറങ്ങണം. അങ്ങനെ താഴോട്ടിറങ്ങുമ്പോ നമ്മളും അവരും ഒരു ലെവലായി, അതായത് തറ ലെവൽ. അവരെക്കാട്ടിലൊക്കെ ഒരുപാട് മുകളിൽ നിൽക്കുന്ന നമ്മൾ എന്തിനാ താഴോട്ടിറങ്ങുന്നേ? വല്യപ്പച്ച, ഇത് അങ്ങനെ കാണേണ്ട കാര്യമല്ല. ഇവിടെ അടുക്കളയിൽ വരെ അഴിമതി നടക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ മുകളിലോട്ട് എന്തുമാത്രം നടക്കുന്നുണ്ടായിരിക്കും? ഫാക്ടറിയിലെയും തോട്ടത്തിലെയും കാര്യമാണോ മോൾ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കത്തില്ലേ? അതെ, നമ്മൾ അതിലൊക്കെ തലയിടാൻ പോയാ വേറും കൂട്ടി തലയിട്ട് പോലെ ഇരിക്കും. നമ്മൾ എന്തിനാ വേണ്ടാത്തതോർത്ത് വിഷമിക്കുന്നേ? പണ്ടുള്ളവര് പറയും, വേലിയിലിരിക്കുന്ന പാമ്പിനെ എടുത്ത് തോളെ വെക്കരുതെന്ന്. ഞാനാണോ പാമ്പ്? നീ അല്ല, ഈ പ്രശ്നങ്ങളാ പാമ്പ്. അത് അതിന്റെ വഴിക്ക് വെക്കോട്ടെ. യാതൊരു സത്യസന്ധതയില്ലാതെ, തിന്നുന്ന ചോറിന് നന്ദിയും കൂറും ഇല്ലാതെ ഓരോരുത്തര് പെരുമാറുന്നത് കാണുമ്പോ എനിക്ക് നോക്കി നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ ചോദ്യം ചെയ്യും. അത് അവന് പിണക്ക ലാലിച്ചന്. പിണങ്ങിക്കോട്ടെ. ബുദ്ധി ഇല്ലാത്ത ആളാണെങ്കിൽ നമുക്ക് പോട്ടേന്ന് വെക്കാം. ബുദ്ധി ഉണ്ടായിട്ടും അത് പുറത്തെടുക്കാതെ ഒരാൾ മണ്ടനായിട്ടിരിക്കുന്ന കാണുമ്പോ ദേഷ്യം വരും. ലാലിച്ചനെ ആരെങ്കിലും ഭരിക്കാൻ ചെല്ലുന്നതോ ഉപദേശിക്കാൻ ചെല്ലുന്നതോ അവനൊട്ടും ഇഷ്ടമല്ല. അങ്ങനെ ഇഷ്ടമല്ലാത്ത ആള് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയായിരിക്കണം. എന്റെ മോളെ, നീ അവനോട് കോംപ്രമൈസ് ചെയ്ത് പോകാൻ നോക്ക്. ഇല്ല, ലാലിച്ചനോട് കോംപ്രമൈസ് ഇല്ല. ലാലിച്ചൻ ഞാൻ വിചാരിച്ച ആളൊന്നും അല്ല. ഞാൻ ഇതിനിടയ്ക്ക് പെട്ടുപോയല്ലോ. ഞാനുണ്ടല്ലോ, ഈ പരിപാടി തുടങ്ങിയിട്ട് 10-28 വർഷമായി. എന്നെയാ പഠിപ്പിക്കാൻ വന്നേക്കുന്നത്. അത് ഞാഞ്ഞൂര് വാരത്തെ ഒരു പെണ്ണ്. ഇന്നലെ കയറി വന്ന് വരുത്തി പറയുന്ന പോലെ നിക്കണമെങ്കിലേ വേറെ ആളിനെ നോക്കിയാൽ മതി. നല്ല രണ്ടെണ്ണം അങ്ങോട്ട് പറയാൻ പറ്റുന്ന പോലെ അച്ഛാ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കേണൽ സാബിന്റെ അടുത്ത് എന്ന് പറയാൻ. അല്ലേ, എന്റെ അടുത്താ. എന്നെ ശരിക്കും അറിയാൻ മേലാഞ്ഞിട്ടാ. അവസാനം ഇതൊക്കെ നമുക്ക് തന്നെ പാരാവുന്ന തോന്നുന്നേ. അത് സത്യം. ഉള്ള കാര്യം പറയാമല്ലോ, എനിക്ക് ഇച്ചിരി പേടിയുണ്ട്. ഈ പെങ്കൊച്ച് നമുക്കൊക്കെ പണിയാകുമോന്ന്. വന്നപാടെ ഇതൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ വിചാരിച്ചോണ്ടിരുന്നോ? ഇതാ പറയുന്നേ, ഒരു പെണ്ണ് വിചാരിച്ചാ മതി ഒരു യുദ്ധം തുടങ്ങാനും ഒരു യുദ്ധം അവസാനിക്കാനും. ഓലോ ചേട്ടാ, താന്ന് കൊടുക്കരുത്. ആണോ ഇവിടെ അവള് പറയുന്നത് പോലെ നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല. അല്ല, ഉണ്ടോ പോലെ അച്ഛാ? ഞാൻ അവള് പറയുന്ന പോലെ നിൽക്കാനോ? കേണൽ സാബിന്റെ കൂടെ കൂടിയിട്ടേ എത്ര നാളായെന്നാണ്. ഇന്നലെ വന്ന ഒരു പീറപ്പെണ്ണ് എന്തെങ്കിലും ഉമ്മക്കി കാണിച്ചാ നമ്മൾ അതും കണ്ട് കയ്യെ കെട്ടി പേടിച്ചു നിൽക്കുമെന്നായിരിക്കും അവളുടെ വിചാരം. ആള് മാറിപ്പോയെന്ന് അവൾക്ക് മനസ്സിലായിട്ടില്ല. ഒരുപാട് പ്രശ്നത്തിനൊന്നും പോകണ്ട. എന്തിനാ വെറുതെ? ഒന്നില്ലേലും കേണൽ മോളല്ലേ? അപ്പൊ ആ രീതിക്ക് തന്നെ നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ പിന്നെ നമുക്ക് തന്നെ വിഷയമാവും. ആന്റെ ചുമ്മാ ഒരു ദിവസം കേണൽ സാബിന്റെ മകളാണെന്നും പറഞ്ഞ ഒരെണ്ണത്തിനെ കൊണ്ടുവന്ന മകളാകുവോ? ആകുവോ? നേരാമണ്ണമുള്ള മക്കളെയെല്ലാം നമുക്കറിയാവുന്നല്ലേ. ഇതൊക്കെ വിഷയം കേസാ. ഇതിനെയൊക്കെ സഹിക്കാനേ എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്നാലും ഇവിടുത്തെ നായ്ക്കളെ തൊട്ട് അവളങ്ങ് പിടിച്ചല്ലോ എന്നുള്ളതാ എന്റെ അഭിപ്രായം. വലിയ പ്രശ്നത്തിനൊന്നും പോകണ്ടെന്നാണ്. ഒതുങ്ങി നിന്ന് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇനി നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യാം. വിനോദേ, ആറ്റപ്പേട്ട, നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും നോക്കിയും കണ്ടും നിന്നൊക്കെ പഠിച്ചു. എന്നെ കൊണ്ട് പറ്റത്തില്ല.
ഇതിനകത്ത് എങ്ങനെ പണിയെടുക്കണം, എന്ത് പണിയെടുക്കണം എന്ന് പറയാനേ എനിക്കൊരാളുടെ ഒത്താശ വേണ്ട. തൽക്കാലത്തേക്ക് ഈ അടുക്കള ഈ പൗലോസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലെ തന്നെ നടക്കും. അത് പറ്റത്തില്ലെങ്കിലേ ഈ പൗലോസ് ഇവിടെ കാണത്തില്ല. എഴുതി കുറിച്ച് വെച്ചു, പൗലോസാ പറയുന്നത്. അത് റൈറ്റ്. അത്ര കടുത്ത തീരുമാനത്തിലേക്ക് പോണോ പൗലോസേ? പിന്നല്ലാതെ എന്റെ പേട്ട, അവളുടെ മുമ്പിൽ ഇനി ഈ പൗലോസ് കുമ്പിടത്തില്ല. അത് 3 നേരം. വിനോദേ, നീ വെറുതെ പൗലോസിനെ മൂപ്പിച്ച പ്രശ്നം വഷളാക്കോളെ. ഞാൻ എന്നെ മൂപ്പിച്ചെന്ന് പൗലോച്ചൻ പറയുന്നത് ന്യായമല്ലേ? അങ്ങനെ ഇന്നലത്തെ മഴ കിളുത്തോളൊന്നും ഇവിടെ ആളെ നോക്കണ്ട. ആ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയിപ്പോ നിങ്ങളെ സൗകര്യം പോലെ അങ്ങേരെ വെറുതെ കുഴി ചാടിക്കാൻ വേണ്ടി നീ എരിയേറ്റുക. നമുക്ക് നോക്കാവുന്നേ എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന്. അല്ലോ പിന്നെ എന്താണ് പൗലോസ്, എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊരു സങ്കടം പറയാനുണ്ടായിരുന്നു. എന്ത് സങ്കടം? പൗലോസ് സന്തോഷവാനായിട്ടല്ലേ ഈ വീട്ടിൽ ജോലി ചെയ്യുന്നത്? ഇതുവരെ അങ്ങനെ ആയിരുന്നു, ഒരു ടെൻഷനും ഇല്ലായിരുന്നു. ഇപ്പൊ എന്തെങ്കിലും മാറ്റം വന്നോ? സാറിന്റെ മോള് വന്നതിന് ശേഷം എന്റെ കൈ കെട്ടിയിട്ടേക്കുക, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അലീന വന്ന് നിന്റെ കൈ കെട്ടിയിരുന്നോ? അവളുമായിട്ട് എന്താ പ്രശ്നം? ഞാൻ എത്ര വർഷമായിട്ട് ഇവിടുത്തെ കുക്കിംഗ് ചെയ്യുന്നതാ. ആരും ഇന്നവരെ എന്റെ മുഖത്ത് നോക്കി മോശമായിട്ടൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. കേണൽ സാർ പോലും എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല. നീ കാര്യം പറയടാ. ആ പെങ്കൊച്ച് അടുക്കള കയറി വന്ന് എന്നെ ഭരിക്കാൻ നോക്കുക. ഞാനിവിടെ കുക്ക് ചെയ്യുന്നത് സാറിന് ഇഷ്ടമല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാനൊക്കെ പൊക്കോളാം. അലീന എന്ത് ചെയ്തെന്നാ നീ പറയുന്നേ? ആ കൊച്ചിനെന്നെ കണ്ണിനടുത്ത് കണ്ടുകൂടാ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? എപ്പോഴും കുറ്റം പറച്ചില്ല. ഇന്നിപ്പോ എന്നോട് കൽപ്പിക്കാനും തുടങ്ങി. എന്നെ വെറുതെ വിടത്തില്ലെന്നാ പറയുന്നേ. നിന്നെ എങ്ങനെ ഭരിക്കാൻ വന്നതാ നീ പറയുന്നേ? സാറിനറിയാമല്ലോ, കേടായ വെജിറ്റബിൾസ് ഒക്കെ നമ്മളെടുത്ത് കളയും. പുഴു കരിച്ചതൊന്നും ഞാൻ എടുക്കാറില്ല. 2-3 ചീഞ്ഞ സവാളയും ചുവന്നതും വാടിപ്പോയ ഉരുളക്കിഴങ്ങും ചൊറി വന്ന 2 തക്കാളിയും ഞാനെടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ കളഞ്ഞതാ. ഇത് കളയാൻ ആര് പറഞ്ഞെന്ന് ചോദിച്ച് ആ കൊച്ച് എന്റെ നേരെ ഒരു ചാട്ടം. അങ്ങനെ പറഞ്ഞു? പറഞ്ഞെന്നേ, എന്നോട് പറയുക, മീന്റെ തല കളയാൻ പാടില്ല, അതിന്റെ വാല് മുറിച്ച് കളയാൻ പാടില്ല, കോഴിയുടെ കാല് കളയാൻ പാടില്ല. എന്തൊക്കെ നിയമങ്ങളാ! ആ പെങ്കൊച്ച് ജീവിച്ചോണ്ടിരുന്ന അനാഥാലയത്തിൽ അതൊക്കെ ആയിരിക്കും വെച്ച് വേവിച്ച് തിന്നോണ്ടിരുന്നത്. എന്ന് വെച്ച് നമുക്കങ്ങനെ വാലും തലയും പുഴുത്തതും അഴുകിയതും പുണ്ണു പിടിച്ചതും പുഴുകി തിന്നാൻ പറ്റുമോ? സാറിന് നല്ല നീറ്റായിട്ട് വെച്ച് വിളമ്പി തരണ്ടായോ? അങ്ങനല്ലേ തന്നോണ്ടിരിക്കുന്നേ? അത് നീ പറഞ്ഞ ശരിയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നീ നല്ല സാധനങ്ങൾ മാത്രം കുക്കിങ്ങിന് ഉപയോഗിച്ചാൽ മതി. പിന്നെ വേറൊരു കാര്യം, നമ്മളിവിടെ ഉണ്ടാക്കുന്ന ആഹാരം മിച്ചം വന്നാ ഇവിടുത്തെ ജോലിക്കാര് തിന്ന് തീർത്തോളണമെന്ന്. അങ്ങനെയും പറഞ്ഞു? അങ്ങനെയും പറഞ്ഞു? അല്ലെങ്കിൽ ഇവിടുത്തെ പട്ടികളെ കൊണ്ട് തീറ്റിക്കണമെന്നും പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെയൊക്കെ കേൾക്കുന്നത്. ഇതൊക്കെ എവിടുത്തെ നിയമങ്ങളാ? അത് മാത്രമല്ല, പിടിച്ച് പിശുക്കി അരിച്ച് ചെലവാക്കിയാൽ മതിയെന്നും പറയുക. അതായത് കുറഞ്ഞ വിലയുടെ മീനും പച്ചക്കറിയും മേടിച്ചോണ്ട് വന്ന് കുറേശ്ശെ ഉപയോഗിച്ചാൽ മതിയെന്ന്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വല്ല പിശുക്കന്റെ വീട്ടിൽ പോയി കുക്കായി നിന്നാ പോരെ? ഈ വീട്ടിൽ സാറിന്റെ കുക്കായി നിൽക്കണോ? സാമ്പാറിനകത്തെ കഷ്ണങ്ങൾ പറക്കിയെടുത്ത് അവിയലുണ്ടാക്കുന്ന പണി ഞാൻ ചെയ്തിട്ടില്ല, ഇനിയൊട്ട് ചെയ്യുകയില്ല. അങ്ങനെ ചെയ്യണമെന്ന് അലീന പറഞ്ഞു? ആ, ഇവിടെ വേസ്റ്റ് വരുന്നതും സാറ് കഴിച്ചതിന്റെ എച്ചിലും ഒക്കെ എടുത്ത് ഞാൻ വേസ്റ്റ് ബാസ്ക്കറ്റിലിടും. അതിവിടുത്തെ വേലക്കാരി എടുത്തോണ്ട് പോയി അവരുടെ പട്ടിക്ക് കൊടുക്കും. അങ്ങനെയൊന്നും കൊടുക്കാൻ പാടില്ലെന്നാ ഇവിടുത്തെ കൊച്ചിന്റെ ഉത്തരവ്. ഞാൻ എന്തോ ചെയ്യണമെന്ന് സാറ് പറ. ഒന്നുകിൽ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടേക്ക്, അല്ലെങ്കിൽ കയ്യെ കയറി പിടിക്കരുതെന്ന്. സാർ ആ കൊച്ചിന്റെ അടുത്ത് കാര്യമായിട്ടൊന്ന് പറയണം. ഞാൻ പോകാൻ റെഡിയാ. പണിയറിയാവുന്നോണ്ട് എനിക്ക് എവിടെ പോയാലും ജോലി കിട്ടും. ഞാൻ അലീനയോട് സംസാരിച്ച്
എങ്ങനായിരുന്നോ അതുപോലെ ചെയ്താ പോരെ? അതങ്ങനെ മതി. സാറ് പറഞ്ഞാ പിന്നെ എനിക്ക് സമാധാനമായി. ഞാൻ പൊക്കോട്ടെ. ഈ കുട്ടിയുടെ ഒരു കാര്യം. അലീന, ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. എന്തിനീ? വഴക്ക് കേൾക്കാൻ. അപ്പൊ നിനക്കറിയാം ചെയ്തത് തെറ്റാണെന്ന്? അറിയാം. അതുകൊണ്ടല്ലേ ഞാൻ പൗലോസേട്ടനെ വഴക്ക് പറഞ്ഞത്. കൺഫ്യൂഷൻ ആക്കാതെ. പൗലോസ് തെറ്റ് ചെയ്ത കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. നീ പൗലോസിനോട് വഴക്കുണ്ടാക്കിയത്, അതാണ് തെറ്റ്. ശരിക്കും പൗലോസേട്ടൻ എന്നോട് വഴക്കിന് വന്നത്. എന്നോട് വഴക്ക് പിടിക്കാൻ അയാൾ ഇങ്ങോട്ട് വന്നു? ഇവിടെ വന്നില്ല. ഞാൻ കിച്ചണിൽ ചെന്നപ്പോ എതിർത്തു. നീ എന്തിനാ കിച്ചണിൽ പോകുന്നേ? നിനക്ക് എന്ത് വേണമെങ്കിലും പൗലോസ് ഇവിടെ കൊണ്ടു തരത്തില്ലേ? എനിക്ക് കേറാൻ പറ്റാത്ത സ്ഥലമാണോ കിച്ചൺ? ഇവിടെ ചിലർക്ക് ചില മുറികളിൽ കയറരുതെന്ന വിലക്കുണ്ടോ? അലീന, ഈ വീട് എന്റേതാണ്. ഇവിടെ നിനക്ക് എവിടെ വേണമെങ്കിലും കയറാം, ഇറങ്ങാം, ഒരു തടസ്സമില്ല. പക്ഷേ മറ്റുള്ളവരുടെ ജോലി തടസ്സപ്പെടുത്തരുത്. ഞാൻ ആരുടെയും ജോലി തടസ്സപ്പെടുത്തിയില്ലല്ലോ. പൗലോസ് പറയുന്നു അയാളുടെ ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഉടനെ അതങ്ങ് വിശ്വസിച്ചോ? നീ കിച്ചണിൽ കയറിയത് കൊണ്ടാണല്ലോ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായത്. എന്ത് കുഴപ്പമുണ്ടായി? വല്യപ്പച്ചനോട് ചോദിച്ചാൽ അറിയാലോ. പൗലോസ് എന്റെ അടുത്ത് വന്ന് പരാതി പറഞ്ഞല്ലോ. അത് അയാളുടെ വിവരക്കേട്. ഈ മട്ടിലാണ് അയാൾ പെരുമാറുന്നതെങ്കിൽ ഇനി അങ്ങോട്ട് ഞങ്ങൾ തമ്മിൽ സ്ഥിരം അടിയായിരിക്കും. അലീന, അവരൊക്കെ വെറും പണിക്കാരാണ്. നീ എന്തിനാണ് അവരോടൊക്കെ ഗുസ്തി പിടിക്കാൻ പോകുന്നത്? അവരിവിടെ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നവരല്ലേ? ആ, അതിന്റെ അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കാ പൗലോസേട്ടന്. എനിക്ക് തോന്നുന്നത് അയാൾ ഈ ജോലി കളയുമെന്ന. അയാളെ ജോലിക്ക് വെച്ചിരിക്കുന്നത് ഞാനാണ്. അയാളുടെ ജോലി കളയാനുള്ള അധികാരം ആർക്കാ ഉള്ളത്? ആർക്കാ അതിന് ധൈര്യം? ഞാനില്ല. ആരെങ്കിലും അയാളെ പിരിച്ചുവിടുമെന്നല്ല, അയാളുടെ ജോലി അയാൾ തന്നെ കളയുമെന്നാ പറഞ്ഞത്. ഇവിടുത്തെ കിച്ചണിൽ ഇത്രയും കാലം ഒരു പ്രശ്നമില്ലായിരുന്നു. ഇപ്പൊ ഇത് ആദ്യമായിട്ടാ. എനിക്കത് ഇഷ്ടമല്ല. ഇത്രയും കാലം പ്രശ്നം ഉണ്ടായിരുന്നു. പ്രശ്നം ഇല്ലാഞ്ഞിട്ടല്ല, അത് കാണാൻ ഇവിടെയുള്ള ആർക്കും കണ്ണില്ല. അലീന, നീ അടുക്കള കാര്യങ്ങൾ ഇടപെടരുത്. അതിന് ഞാൻ ആളെ വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് കയറേണ്ട കാര്യം പോലും നിനക്കില്ല. നീ അവരുമായിട്ട് വഴക്കുണ്ടാക്കുന്നത് എനിക്കിഷ്ടമല്ല. എനിക്കത് കുറച്ചിലാണ്. ഭക്ഷണം വെറുതെ കളയരുത്, അർഹതയില്ലാത്തവർക്ക് കൊടുക്കരുത്. ഈ രണ്ട് കാര്യങ്ങളല്ലേ ഞാൻ പറയുന്നുള്ളൂ. അത് വലിയ തെറ്റാണോ? ഞാൻ നിന്നോട് പറയുന്നത് നീ അനുസരിക്കേ. അതാണ് നിന്റെ ആദ്യത്തെ കടമ. എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ പപ്പയും തയ്യാറാകണം. അങ്ങനെ ഒരു കടമ പപ്പയ്ക്കും ഉണ്ട്. അത് അവള് പറഞ്ഞത് ശരിയാ, കടമയുണ്ട്. അവള് പറഞ്ഞ ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. ഇല്ല, കേൾക്കുന്നില്ല. പൗലോസിന്റെ സുവിശേഷം പപ്പയുടെ ചെവി നിറയും. ഇങ്ങനെയാണ് നിന്റെ സ്വഭാവമെങ്കിൽ നീ എങ്ങനെ ഇവിടെ കണ്ടിന്യൂ ചെയ്യും? പാക്ക് ചെയ്തോട്ടെ. കൊളത്തുപ്പുഴ ബസ് സ്റ്റാൻഡ് വരെ കൊണ്ടുവിട്ടാ മതി. അല്ലെങ്കിൽ അതും വേണ്ട, വല്യപ്പച്ചൻ പുനലൂര് പോകുമ്പോ എന്നെ ബസ് സ്റ്റാൻഡിലോട്ട് ഇറക്കിയാ മതി. അവരൊട്ടും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നിനക്ക് എന്നതാ ഇഷ്ടപ്പെടാത്തെ? ജോലിക്കാരൻ ചെന്ന് ചെവിയിലോട്ട് പരാതി പറഞ്ഞ ഉടനെ നമ്മളെ മാത്രം വിളിച്ച് പരാതി പറയുന്ന സ്വഭാവം. എന്തൊക്കെയാ ഉണ്ടായതെന്ന്
ക്ഷമിക്കണ്ടേ? തെറ്റ് ശരി നോക്കണ്ടേ? അവന്റെ ദേഷ്യം പെട്ടെന്ന് മാറിക്കോളും. നിന്റെ അങ്ങനെ പെട്ടെന്ന് മാറത്തില്ല. ചേടാ, ഞാൻ ഇതിന്റെ ഇടയ്ക്ക് എങ്ങനെ വന്ന് പെട്ടെന്നാ ഞാൻ ആലോചിക്കുന്നേ. എനിക്കിത് എന്തിന്റെ കേടാ? നീ എവിടെ പോവാ? എസ്റ്റേറ്റിലൊന്ന് പോണം. എഴുതിനെ വിളിക്കണം. വേണ്ട, അതിനോട് ചോദിക്കേ വരുന്നുണ്ടോ? വെറുതെ ഒരു റൗണ്ട് പോയിട്ട് വരാം. അവൾ പിണങ്ങിയിരിക്കല്ലേടാ. പിണക്കം മാറ്റാൻ വേണ്ടിയാ വിളിക്കുന്നേ. പുറത്തൊന്ന് ചുറ്റി വരുമ്പോ മൈൻഡ് ഫ്രഷ് ആയിക്കോളും. ആ, ഞാനൊന്ന് ചോദിക്കട്ടെ. എവിടെ? അവള് വരുന്നില്ലെന്നാ പറഞ്ഞ. അതെന്താ കാരണം? ഞാൻ പറഞ്ഞില്ലേ, അവള് പിണക്കത്തില്ല. എന്നാ പച്ചക്കറി നമുക്ക് പോയിട്ട് വരാം. എന്നാ പിന്നെ ഞാനും വരുന്നില്ല. രാജിച്ച രണ്ടുപേരും ഒത്തുകൂടി എന്നോട് മത്സരിക്കണം. എനിക്ക് നിന്നോട് മത്സരിക്കാൻ പറ്റുന്ന പ്രായമാണോ? എന്റെ ആവതുള്ള കാലത്ത് മത്സരിച്ച് നിന്നെ തോപ്പിച്ചിട്ടുള്ളവനുമാ ഞാൻ. അതെനിക്കറിയാം. അതിന്റെയൊക്കെ ഫലമാണല്ലോ ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നീ ആ പെങ്കൊച്ചിനോട് പിടിവാശി കാണിക്കില്ലേടാ. പെൺപിള്ളേരാവുമ്പോ അവരുടെ മൂടൊക്കെ പെട്ടെന്ന് മാറും. നമ്മൾ ആണുങ്ങളെ പോലെ അല്ല. എന്നാ പോക്കായി പോകുന്നേ? പെട്രോള് കത്തുവന്നല്ലാതെ വലിയ പ്രയോജനമുണ്ടോ? മീനൊക്കെ എന്നാ വില? എന്റെ പൊന്നോ, സ്വർണത്തിന് വിലയിലിടുന്ന പോലെയാ മീനിപ്പോ. എന്നാ മീനാണോ കിട്ടിയേ? കണ്ടോ, മറ്റേ സാധനം തന്നെ മേടിച്ചു. നോക്ക്. ഇതെത്രയാ? 300. ഫ്രഷാണോ? പിന്നെ ഞാൻ നോക്കി തന്നെ മേടിച്ചത്. കഴിഞ്ഞോ നിന്റെ ജോലി? ഇവിടെ എന്തെങ്കിലും സഹായിക്കണോ? ഈ മീനൊന്ന് വെട്ടി തന്നിട്ട് പോകും. ചിലപ്പോ അലീന ചെക്കപ്പിന് വരും. അന്നേരം എടുത്ത് വെച്ച് വെട്ടിയാ പോരെ മീൻ? വാലും നിലയും കുറച്ച് കൂടുതൽ വെട്ടിയേക്കണം. കാണിച്ചോണ്ട് വെട്ടണം. അത് കാണുമ്പോ അവളുടെ കുരു പൊട്ടണം. അത് കൊള്ളാം. നമുക്കിട്ട് ചൊറിയാൻ വന്നാ നമുക്കും ചൊറിയാം. പൗലോസേട്ടാ, മീനെടുത്ത് വെട്ട്, അല്ലെങ്കിൽ അതെ കേടായി പോകും. മീൻ വെട്ടണമെങ്കിൽ ഞാൻ ആരെയൊക്കെ പേടിക്കണം? അങ്ങനെ പേടിച്ച് ജീവിക്കാൻ പറ്റുമോ? എന്തായാലും നോക്കട്ടെ.